ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ചിക്കൻ കറി വെച്ച് നോക്കാം. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. മാക്സിമം എഫേർട്ട് ഇട്ട് നോക്കാം. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോയി നോക്കാം. നമ്മളിന്ന് ഉരുളിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, പച്ചമുളക് എന്നിവ നമ്മൾ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുമ്പോൾ ചിലർ ഉപ്പിട്ട് കൊടുക്കും, നമ്മുടെ ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ചൂടിൽ തന്നെ ഇട്ട് വാട്ടിയെടുക്കുകയാണ്. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ്. സ്ത്രീകളൊക്കെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നമ്മൾ നോക്കുക. കാരണം നല്ല വാടിയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് നോക്കേണ്ടത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഏകദേശം കളർ മാറി തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പേസ്റ്റാക്കി എടുക്കുക. രണ്ടും സെപ്പറേറ്റ് അടിക്കണമെന്നില്ല, ഒന്നിച്ച് അടിച്ചാൽ മതി. അത് ചേർത്ത് കൊടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മിക്സിയിലുള്ള ഇഞ്ചി വെളുത്തുള്ളീൻ്റെ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. അപ്പോൾ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വയ്ക്കുക. അത് ഏകദേശം നമ്മൾ വാടി തുടങ്ങിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 തക്കാളിയാണ് എടുത്തുള്ളത്, 2 വലിയ തക്കാളിയാണ്. അത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഇനി തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല രീതിയിൽ വാട്ടിയെടുക്കണം. നല്ല രീതിയിൽ നല്ല എന്താ പറയുക, നല്ല ഒട്ടയുന്ന രീതിയിലായിരിക്കണം അത്. ഏകദേശം തക്കാളി നല്ല ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒന്നും പാകമായിട്ടില്ല. എന്നാൽ ഒന്നും കൂടെ നല്ല തക്കാളി ഒന്നും കൂടെ ഒന്ന് വാടാനുണ്ട്. കാരണം വെന്തിട്ടുണ്ട്, പക്ഷേ ഒന്നും കൂടെ നല്ല രീതിയിൽ വേവാനുണ്ട്. ശരിക്കും പാചകം എന്ന് പറഞ്ഞത് ശരിക്കും കഷ്ടപ്പാടുള്ളൊരു പണിയാണ്. കാരണം ഇതിങ്ങനെ ഈ അടുപ്പത്ത് നിന്നിട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഭ്രാന്ത് പിടിക്കും. സ്ത്രീകളൊക്കെ നമ്മൾ ഓരോ ഭക്ഷണം നമ്മളെ മുന്നിലേക്ക് എത്തിച്ച് തരുമ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുക, ഇതൊക്കെ നിങ്ങൾക്കൊരു പണിയില്ലല്ലോ, എന്ത് സുഖമാണ് ഈ പരിപാടി എന്നുള്ളത്. പക്ഷെ നമ്മളിതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു എത്രത്തോളം ആണ് ഈ പാചകത്തിൻ്റെ ഒരു പരിപാടി എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അതിനുശേഷം ഞാനിപ്പോൾ നല്ല വാടിയതിൻ്റെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയപ്പോൾ ഞാനൊരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2-2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി കാരണം നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടുമ്പോൾ ഏകദേശം, കാരണം ഈ ചിക്കനൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചിക്കൻ കറി. അപ്പോൾ നല്ല രീതിയിൽ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ചിലവർ എന്ത് ചെയ്യും, നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മാറ്റി സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് നടുവിൽ ഈ പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത്തിരി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ശരിക്കും പച്ചവെള്ളം ഒഴിക്കരുത്. ഈ കറിയുടെ ഒരു ടേസ്റ്റ് പോകുമെന്ന് പറഞ്ഞേക്കാം. അതൊക്കെ എനിക്ക് കേട്ടറിവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളം ചേർക്കാറാണ്. ഞാൻ ചൂടുവെള്ളമാണ് ഇതിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ആ ഒഴിക്കുന്ന വീഡിയോ ചിലപ്പോൾ കട്ടായി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ആ ഷോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ
ഇതിലില്ല, ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് കണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇത് സാധാരണ നോർമലി ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. കാരണം എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാനൊക്കെ ഒന്നും അറിയത്തില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കുക. അതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുക. കാരണം ഇതിപ്പോൾ കുറച്ച് ഒരു കോഴി തന്നെയാണ് ഇത് വരുമ്പോൾ, ഏട്ടൻ കൊടുന്നതാണ് വരുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഏതായാലും നമ്മൾ വെക്കുന്നുണ്ട്, അപ്പോൾ ആ രീതിയിലൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ ചിക്കന് നമ്മളെല്ലാം ഇട്ടെടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണത്. നമുക്ക് അതായത് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ ചിക്കനിലോട്ട് അങ്ങ് ഇറങ്ങണം. പിന്നെ കൂടുതൽ വെള്ളം ഞാൻ ചേർക്കുന്നില്ല, കാരണം ഇപ്പം ഞാൻ തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ഞാൻ ആ ചൂടുവെള്ളം കുറച്ച് മാത്രമേ ആ മസാല ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ ചിക്കനിൽ തന്നെ ഇനി അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഇത് വെന്തോളും. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുക. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര എന്തോ ഒരു നല്ലൊരു ഇതിൻ്റെ അതായത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ മോളുണ്ടായിരുന്ന അടുത്ത് അവൾ പറഞ്ഞു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പാപ്പ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇനി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കുമ്പോൾ ആ സ്മെല്ല് കിട്ടും. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫസ്റ്റ് ചിലരൊക്കെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കറിവേപ്പില ഇടും. അങ്ങനെ ഇടേണ്ടവർക്ക് ഇടാം. അല്ലാതെ ഞാനിപ്പോൾ ഈ മറന്നതൊന്നുമല്ല, ഞാൻ പല സമയത്ത് പല രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതായത് ലാസ്റ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇടാറ്. ഇപ്പോൾ കറിവേപ്പില ഞാനിപ്പോൾ അതിൻ്റെ മേലെ ചിക്കൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലിങ്ങനെ വരും. ആ ചിക്കനിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ ആ കറിവേപ്പിലിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു മണമാണ് അത് കേൾക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത്തിരി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സാക്കി വയ്ക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ മസാലയിലേക്ക് മാത്രമാണ് കുറച്ച് ചൂടുവെള്ളം ഞാൻ ചേർത്തത്. അതിനുശേഷം ഞാൻ കുറച്ച് എന്താ പറയുക, ബിരിയാണി മസാല, ഗരം മസാല ഉണ്ടായിരുന്നു. അതായത് ഗരം മസാല അല്ല, ബിരിയാണി മസാലയ്ക്ക് പൊടിച്ച് വെച്ചിരുന്നു. അത് ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുരുമുളക് പൊടി ഉണ്ടായിരുന്നു. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ. കാരണം നമ്മൾ മുളക് പൊടി 2 ടീസ്പൂൺ ആൾറെഡി ഇട്ടിട്ടുണ്ട്, മുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓവറായിട്ട് എരിവ് ഇട്ടിട്ടില്ല. ഇവിടെ ഏട്ടൻ്റെ മോന് എരിവൊക്കെ ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം രീതിയിൽ എരിവ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഉപ്പ് നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് ഇത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഉപ്പൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്ക് ഓരോ വീട്ടിലും ഓരോ ടൈപ്പിലാവുമല്ലോ ഉപ്പിൻ്റെ അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവ് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുണ്ടാവും. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഏരിയയിലേക്കും പിടിക്കണം. നമ്മൾ ചിക്കനിലേക്കൊക്കെ മൊത്തമായിട്ട് നമ്മുടെ ആ മസാല കൂട്ടങ്ങ് പിടിച്ച് റെഡി ആവണം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മൂടി വയ്ക്കുക. നമ്മൾ നല്ല മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട്. നല്ല തിളക്കം വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കാരണം തീ എപ്പോഴും കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എനിക്ക് ലാസ്റ്റായിട്ട് ഞാൻ ഇടുന്നത് കുറച്ച് ചിക്കൻ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. ഇടയ്ക്കൊക്കെ ഞാൻ ടേസ്റ്റൊക്കെ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്, ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ അനുസരിച്ചിട്ട്. ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടില്ല.
ഏതൊരു ഷോട്ടിൽ ഉപ്പ് ഇടുന്ന സീനുണ്ട്, അതാണ് ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പ് എനിക്ക് കുറച്ച് കുറവുള്ളതായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഇട്ടെന്നുള്ളൂ. കാരണം ഇവിടെ ഓരോരുത്തർക്ക് അധികം ഉപ്പായാൽ അമ്മയ്ക്കൊന്നും അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ് ഞാൻ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ. അതിനുശേഷം ഞാൻ എന്താ പറയുക, കുറച്ച് നമ്മുടെ ചിക്കൻ മസാല ഉണ്ടായിരുന്നു, അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കണ്ടോ. നമ്മൾ ഈ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുളക് പൊടിയും ആ എണ്ണയും കൂടെ അങ്ങനെ പൊന്തി നിൽക്കണം കണ്ടോ മേലെ, എന്നാലേ നമ്മളെ ചിക്കൻ കറി എന്നത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ.